ശരത് കെ ശശിയിലേക്ക് പോകാം. ശരത് കെ ശശി, വെരി ഗുഡ് ഈവനിങ്. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മൊത്തത്തിൽ രാജ്യം 102 മണ്ഡലങ്ങൾ വിധിയെഴുതുമ്പോൾ എങ്ങനെയാണ് ഇതുവരെയുള്ള പോളിംഗ്? സുജ, വൈകിട്ട് 3 മണി വരെയുള്ള പോളിംഗിന്റെ കണക്കാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് പ്രകാരം ആകെ ഈ 102 മണ്ഡലങ്ങളിലായി 49% വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും രാജസ്ഥാനിലും മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവ് പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് എന്ന് പറയേണ്ടി വരും. ഉത്തരാഖണ്ഡിൽ 45.62% വോട്ടുകളാണ് ഇതുവരെ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിലാകട്ടെ 47.44%. രാജസ്ഥാനിൽ 41.51% വൈകിട്ട് 3 മണി വരെ രേഖപ്പെടുത്തിയ പോളിംഗ്. ഇത്തരത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ സാധാരണഗതിയിൽ പോളിംഗ് കുറവായിട്ടാണ് ഉണ്ടാകാറുള്ളത്. അതോടൊപ്പം തന്നെ ഈ കനത്ത ചൂടും പോളിംഗിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രാജസ്ഥാനിൽ നേരത്തെ തന്നെ ആ സാധ്യത പ്രവചിക്കപ്പെട്ടതാണ്. കനത്ത ചൂടിന്റെ ഒരു പശ്ചാത്തലത്തിൽ രാജസ്ഥാനിൽ പോളിംഗ് അത് മന്ദഗതിയിലാകാനുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ കണക്കുകൾ പുറത്തു വരികയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലും പതിവായി പോളിംഗ് വളരെ കുറവാകുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്ന സംസ്ഥാനമാണ്. അവിടെ 70% പോളിംഗ് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ ബോധവൽക്കരണ പരിപാടികളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ ഈ വോട്ടുകളിൽ പ്രതിഫലിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ എടുത്തു പറയേണ്ടത് ഈ 3 സംസ്ഥാനങ്ങളിലും കാര്യമായ അക്രമ സംഭവങ്ങളോ അല്ലെങ്കിൽ മറ്റ് പരാതികളോ ഒന്നും ഉയർന്നിട്ടില്ല എന്നുള്ളതാണ്. പൊതുവെ സമാധാനപരമായി തന്നെയാണ് 3 ഇടങ്ങളിലും പോളിംഗ് നടക്കുന്നത്. ഉത്തരാഖണ്ഡിൽ അല്പസമയത്തിനകം പോളിംഗ് അവസാനിക്കും. മറ്റ് രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും വൈകിട്ട് 6 മണി വരെ പോളിംഗിന് സമയമുണ്ട്. പക്ഷേ ഉത്തരാഖണ്ഡിൽ വൈകിട്ട് 5 മണിക്ക് പോളിംഗ് അവസാനിക്കും എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഒരിടത്ത് മാത്രം ഉത്തർപ്രദേശിൽ ഒരിടത്ത് മാത്രമാണ് ചില പരാതികൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. അത് മുസഫർ നഗറിലാണ്. അവിടെ കത്ബ വില്ലേജിൽ, അവിടെ കത്ബ ഗ്രാമത്തിൽ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും ബൂത്ത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമം നടക്കുകയും ചെയ്തു എന്ന ആരോപണം ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ഉന്നയിച്ചിട്ടുണ്ട്. അവിടെ കേന്ദ്ര സഹമന്ത്രി സഞ്ജീവ് ബല്യാനാണ് സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രാമമാണ്. അവിടെ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിരിക്കുന്നത്. മറ്റിടങ്ങളിലൊക്കെ തന്നെ സ്ഥിതിഗതികൾ ഇപ്പോഴും ശാന്തമായി തന്നെ തുടരുകയാണ്.